ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യെശയ്യാ 44:21, യാക്കോബേ നീ ഇവ ഓർമ്മിക്കുക, ഇസ്രായേലെ നീയും ഓർമ്മിക്കുക. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ, ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യം എന്താണ്? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ദാസനാണ്, ഞാൻ യജമാനനല്ല, എല്ലാം എൻ്റെ കൈപ്പിടിയിലല്ല, ഞാൻ നിരൂപിക്കുന്നത് പോലെ എല്ലാം നടക്കില്ല, എൻ്റെ ചിന്തകൾക്കതീതമായി എന്നെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് ഞാൻ ഓർക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. രാവിലെ ഉച്ചയ്ക്ക് ഭാരം വരുമ്പോൾ, വേദന കൊണ്ട് പൊളയുമ്പം, വല്ലാതെ ഡൗൺ ട്രോഡനാകുമ്പോൾ, നിരാശപ്പെട്ടു പോകുമ്പോൾ ഞാൻ അവിടുത്തെ ദാസനാണെന്ന് പറയണം. ഞാനല്ല എന്നെ സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത് എൻ്റെ ദൈവമാണ്. പക്ഷേ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, അവിടുന്ന് ഒരിക്കലും 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 നിന്നെ മറക്കില്ല. അത് ആവർത്തിച്ച് പറയുമ്പോൾ കിട്ടുന്നൊരു അഭിഷേകം, എപ്പോഴും പറയുന്ന പോലെ ഒരു മനഃശാസ്ത്രപരമായ ആനന്ദത്തിനപ്പുറം ചങ്കിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉയർന്നു വന്ന് അമ്മ എടുത്തുകൊണ്ട് പോകും. യാക്കോബേ നീ ഇതോർത്തിരിക്കുക, ഇസ്രായേലെ നീ ഇത് മനസ്സിൽ കൊണ്ടു നടക്കുക. ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ ഞാൻ വിസ്മരിക്കുകയില്ല. ഈ വചനത്തിൻ്റെ പൊരുളും ശക്തിയും പവിത്രതയും നമ്മളൊരു പുതപ്പ് പോലെ പൊതിഞ്ഞു നിർത്തട്ടെ. മരിയൻ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവെച്ചു. നിങ്ങളുടെ പ്രാർത്ഥന കൂടെ വേണം. ആമേൻ. വീണ്ടും വളരെ സന്തോഷത്തോടെ സീനിയർ സിറ്റിസൺ ധ്യാനം പരിചയപ്പെടുത്തുന്നു. ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺ ധ്യാനം കേരളത്തിൽ ഒരുപാട് ചർച്ചാ വിഷയമായത്. അനേകർ ആത്മനവീകൃതരായി മടങ്ങിപ്പോയ അത്ഭുത കൃപയുടെ ധ്യാനം. പാടി വാഴ്ത്തിയും സ്തുതിച്ച് ആടിയും ആനന്ദിച്ചും ഹൃദയം തുറന്നും ഒരുമിച്ച് പ്രാർത്ഥിച്ചും കുർബാനയിൽ ഒന്നായി തീർന്നും കൗൺസിലിങ്ങിലൂടെ നവീകരിക്കപ്പെട്ടും പറവ പോലെ പറന്നിറങ്ങുന്ന ഒരു അജഗണത്തെ സഭയ്ക്ക് ഒരുക്കി കൊടുക്കുന്ന അത്ഭുത കൃപയുടെ ധ്യാനം. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഈ ധ്യാനം ഇനിയുള്ളത് ആഗസ്റ്റ് മാസം 24-ാം തീയതി ഞായറാഴ്ച മുതൽ 24, 25, 26, 27 തീയതികളാണ്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ താമസ സൗകര്യം മുൻകൂട്ടി ഒരുക്കുന്നതിന് വേണ്ടി നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക. സെപ്റ്റംബർ മാസത്തെ ധ്യാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സെപ്റ്റംബർ 8-ാം തീയതി പകൽ 9 മണിക്ക് ആരംഭിക്കും. കാരണം അന്ന് മരിയൻ സുദിനമാണ്. അന്ന് മരിയൻ സുദിനത്തോടുകൂടി രാവിലെ 9 മണിക്ക് നിങ്ങൾക്ക് വന്നു ചേരാം. അന്ന് വൈകുന്നേരം 6 മണിക്ക് ധ്യാനം ആരംഭിക്കും. പക്ഷേ സീനിയർ സിറ്റിസൺ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും സെപ്റ്റംബർ 8 രാവിലെ 9 മണിക്ക് മരിയൻ സുദിനത്തിൻ്റെ അത്ഭുത സംഗീത ശുശ്രൂഷകളിലൂടെ പ്രവേശിച്ച് ധ്യാനത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കും. എല്ലാ വിവരങ്ങൾക്കും വിളിക്കുക, കൂടെ ആയിരിക്കുക. നമുക്ക് ആത്മാവിൽ ഒന്നിക്കാം. ആമേൻ. ആമേൻ ആമേൻ.